ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവർക്ക് വിട്ടുകൊടുക്കല്ലേ മോളെ, എന്നെ വിട്ടുകൊടുക്കല്ലേ, എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കല്ലേ. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല മോളെ. ഇവിടെ എന്തിനാണാവോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നാശം. അയാളെ ഞാൻ വിളിച്ച അയാൾ ഇനിയും വരും. അന്നേരം നീ സമ്മതിക്കണം, അല്ലെങ്കിൽ ഇതാ കണ്ടില്ലേ, ഇവർക്ക് നടുവിലേക്ക് ഞാൻ അങ്ങ് ഇട്ടുകൊടുക്കും. പിന്നെ അറിയാലോ. നടക്കടി അങ്ങോട്ട്. ഒന്നും ചെയ്യരുത്. എടാ, നീ ഒപ്പിട്ടിരുന്നില്ലേ അവര് പലതും ചെയ്യും. ഭാര്യയുടെ മാനം കാത്തു സൂക്ഷിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം. പറഞ്ഞു കേട്ടോടാ. അങ്ങനെ വഴിക്കുക കൊണ്ട് പോടവനെ. ഒന്നുകൂടി ഇവരെ വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. അയാളെ ഒരിക്കൽ കൂടി പൊക്കിക്കൊണ്ടുവരാം. അന്നത്തോടെ നമ്മൾ ഈ കേസിന് ഫുൾ സ്റ്റോപ്പ് ഇടും. ഇവനല്ല, ഇവന്റെ അപ്പുറത്തവനെ കൊണ്ട് ഞാൻ ഉപയോഗിക്കും. ഇത് ഉപേന്ദ്രനാ, ഒരു പാവ ഉപദ്രവകാരി. മാഡം, ഈ മീറ്റിംഗ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. മാഡം ഞങ്ങൾക്കൊരു പ്രചോദനമായി ഞങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മുഴുഭ്രാന്തികളായി അലമുറയിട്ട് കരയുന്ന നമ്മൾ കണ്ട പെൺകുട്ടികളിൽ അധികം പേരും മയക്കുമരുന്നിൽ അടിമപ്പെട്ട് മാനസിക നില തകർന്നവരാ. അവരെ ഇവിടെ എത്തിച്ചത് അവരുടെ കുടുംബങ്ങളിലെ കലഹങ്ങൾ തന്നെയാ. അപ്പൊ ആദ്യം ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടത് ഇവർക്കല്ലല്ലോ, അവരുടെ കുടുംബത്തിൽ നിന്നല്ലേ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കൗൺസിലിംഗ് തുടങ്ങേണ്ടത് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. ആദ്യം നന്നാക്കേണ്ടതും അവരെ തന്നെയാ. ഓക്കെ മാഡം, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. ഒരിക്കലും എനിക്കിതൊരു ബുദ്ധിമുട്ടല്ല. ഓ, എനിക്കിതെല്ലാം താല്പര്യമുള്ള വിഷയം തന്നെയാണ്. ഇതുപോലുള്ളൊരു സ്ഥലത്ത് പുതിയ തലമുറ എത്തിപ്പെടരുത്. എത്തിപ്പെട്ടു പോയാ പിന്നെ അവരെ ഈ സമൂഹം കാണുന്നത് ഒരൊറ്റ കണ്ണുകൊണ്ട് മാത്രമായിരിക്കും. ഇതിനെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം. ഓക്കെ മാഡം. ഒരു മിനിറ്റ്. ആ ശ്യാമൻ, കുഞ്ഞേച്ചി പറയും. നീ എന്താ പോയിട്ട് വിളിക്കാഞ്ഞ? കുഞ്ഞേച്ചി, ഇവിടെ ഞങ്ങളിവിടെ വീട്ടു തടങ്കലിലായ പോലെ നിൽക്കുന്ന, ഞങ്ങളെ നോക്കാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരിക്കും ഉപേന്ദ്രന്. സുസ്മിതേ, നീ എന്തൊക്കെയായി പറയുന്നത്? കുഞ്ഞേച്ചി എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനുണ്ടാക്കണം. ഒന്ന് ഫോൺ ചെയ്യാൻ പോലുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല. രോഹിതിനെ ശരിക്കും അവർ ഉപദ്രവിക്കുന്നുണ്ട്. അവരുടെ കൂടെ നടന്ന് കുറെ അധികം നാള് നിന്നെ നമ്മുടെ കുടുംബത്തെയും ദ്രോഹിച്ചതിന് അവരുടെ കയ്യിൽ നിന്ന് തന്നെ പകരത്തിന് പകരം കിട്ടുന്നതാ. എന്തായാലും സ്വത്ത് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ അവര് ദ്രോഹിക്കുന്നേ. നമുക്ക് അതുടനെ ചെയ്യാം. കുഞ്ഞേച്ചി, എന്തായാലും തൽക്കാലം എടുത്തുചാടി ഒന്നും ചെയ്യണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വ്യക്തമായൊരു പരിഹാരം ഉടനെ തന്നെ കണ്ടോളാം. അവിടെ നിൽക്കാൻ ഓടല്ലേ, അവിടെ നിൽക്കേ, അവിടെ നിൽക്കാൻ. ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. നടക്ക്, ഓടല്ലേ, അവിടെ നിൽക്കേ. വീട്
അതൊരു ഭ്രാന്തി പെൺകുട്ടിയെ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാ. അത് പക്ഷെ ഭയങ്കര വയലന്റ് ആണെന്ന് തോന്നുന്നു. എല്ലാവരെയും ഉപദ്രവിക്കുന്നുണ്ട്. ക്ഷമ, ഞാൻ വിളിക്കാം. ചേച്ചി, എന്താ ഇത്? മോളെ, എനിക്ക് ഭ്രാന്തില്ല മോളെ, എനിക്ക് ഭ്രാന്തില്ല. ഇവരെല്ലാരും കൂടി എന്നെ ഭ്രാന്തിയാക്കുക. എന്നെ രക്ഷിക്കും മോളെ, രക്ഷിക്ക. ഇങ്ങോട്ട് വന്നേ. ഇവിടെ വരാനല്ലേ പറഞ്ഞേ? എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കല്ലേ മോളെ, എന്നെ വിട്ടുകൊടുക്കല്ലേ, എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കല്ലേ. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല മോളെ. ഇവിടെ എന്തിനാണാവോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നാശം. ഇല്ല ചേച്ചി, ഇല്ല ചേച്ചി, ആരും ഒന്നും ചെയ്യില്ല. ആരും എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകില്ല. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല മോളെ, എനിക്ക് ഭ്രാന്തില്ല. എന്നെ ഭ്രാന്തിയാക്ക ഇവരെല്ലാരും കൂടി. നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും മോളെ, വിശ്വസിക്കും. സമ്മതിച്ചു, എന്റെ ചേച്ചിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല മോളെ, മോളെ. ആര് പറഞ്ഞോ ഇല്ലെന്ന്? ചേച്ചിക്ക് കുറെ കാലമായി ഇത് തുടങ്ങിയിട്ട്. ഈ അടുത്ത കാലത്ത് അക്രമവാസന തുടങ്ങിയപ്പോഴാ കൊണ്ടുവരാമെന്ന് വെച്ചത്. എന്റെ മോൻ സ്ഥലത്തില്ല. ഇവളുടെ ചവിട്ടും തൊഴിയും തുള്ളലും കണ്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാ ഇവിടെ കൊണ്ടുവന്നിടാവെന്ന് വെച്ച്. കണ്ടില്ലേ എന്റെ കൈ മുഴുവൻ കടിച്ചു പറിച്ചു വെച്ചിരിക്കുന്നേ. രാജീവ് US ന്ന് വരുന്നതിന് മുമ്പേ എനിക്ക് ഇവളുടെ ഭ്രാന്ത് മാറ്റിയെടുക്കണം. എന്തായാലും ഞാനുണ്ടല്ലോ ഇപ്പോ. തൽക്കാലം ചേച്ചിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതുവരെ നിങ്ങൾ ഒരുപാടങ്ങ് സഹിച്ചു എന്നല്ലേ പറഞ്ഞത്? ഇനി ഞാൻ കുറച്ച് സഹിക്കട്ടെ. ഇവൾക്ക് മുഴു പ്രാന്താ. ഇപ്പൊ ചികിത്സ തുടങ്ങിയാൽ ചിലപ്പോ രക്ഷ കിട്ടിയെന്ന് വരും.